ദുൽഖറിന് അഭിനയിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞവർ ചിലപ്പോൾ ഈ പടം ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും തോന്നുന്നു. തിയേറ്റർ ഫുൾ നിറഞ്ഞ കയ്യടി വരുന്ന രീതിയിലാണ് ദുൽഖറിന്റെ ആക്ടിങ്. പീക്ക് പെർഫോമൻസ്, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവൽ. പടം തീരുന്നവരെ ആർട്ടിസ്റ്റിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല ക്ലാസിക്കൽ മൂവിയാണ്. കാന്ത എന്തായാലും കത്തും. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും ഉള്ളോ അങ്ങനത്തെ രീതിയിലൊന്നും തോന്നിയിട്ടില്ല. സ്ലോവാ ഇരുന്നത്. മറ്റപടി മൂവി വാസ് ഗുഡ്. DQ ആക്ടിങ്, പീക്ക് പെർഫോമൻസ്, നല്ല മൂവി. സ്ക്രീൻ പ്ലേ വാസ് വെരി സ്ലോ. സമുദ്രകനിയാലും ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഫസ്റ്റ് ഹാഫ് ഡ്രാമയായിട്ട് പോകും, സെക്കൻഡ് ഹാഫ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് പോകും, അങ്ങനെയാണ്. പിന്നെ ദുൽഖറിന് അഭിനയിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞവർ ചിലപ്പോൾ ഈ പടം ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും തോന്നുന്നു. ഈ പടം കമേഴ്ഷ്യലി വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതറിയില്ല, കുറച്ച് ലെങ്ത് കൂടുതലാണ്. പക്ഷേ പടം ഫസ്റ്റ് ഹാഫ് ഡ്രാമ ആണെങ്കിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് മാറും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം വർത്ത് വാച്ചിങ് തിയേറ്റർ, അതാണ് എനിക്ക് പറയാനുള്ളത്. എൻഡിങ് ആകുമ്പോഴത്തേക്കും ഭയങ്കര കയ്യടി, തിയേറ്റർ ഫുൾ നിറഞ്ഞ കയ്യടി വരുന്ന രീതിയിലാണ് ദുൽഖറിന്റെ ആക്ടിങ്. ദുൽഖർ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് സമുദ്രകനിയൊക്കെ? എങ്ങനെയാണ് സമുദ്രകനി ദുൽഖറിന്റെ ഒപ്പം തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനേക്കാളും കൂടുതൽ ഹൈലൈറ്റ്, മലയാളികൾ ഹൈലൈറ്റ് പറയേണ്ടത് ദുൽഖറിനെ തന്നെയാണ്. ദുൽഖർ ഭയങ്കര രസമായിട്ടുണ്ട്. വിന്റേജ് ക്യാരക്ടർ എന്നുള്ള ലെവലിലോട്ട് പോകുന്ന ആക്ടിങ്ങിന്റെ ഓരോ ലെവൽ വരുമ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല പടം. പീക്ക് പെർഫോമൻസ്, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവൽ. അതായത് നീറ്റായിട്ട് ക്ലാസ് ആയിട്ട് പടം എടുത്തിട്ടുണ്ട്. ഒരു കാന്ത എന്ന് പറഞ്ഞാൽ ഒരു മാസ് പടമോ കാര്യങ്ങളൊന്നുമല്ല എന്നുള്ള രീതിയിൽ ഇരുന്നാൽ പോലും ഒരു 3 മണിക്കൂറോളം ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഫീൽ ആവില്ല. കാരണം ദുൽഖർ സൽമാൻ നടുപ്പ് ചക്രവർത്തി എന്നതിനെ പറയണം. കാരണം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, ക്ലൈമാക്സും കാര്യങ്ങളും എല്ലാം വൺ ലെവൽ എന്ന് വെച്ചാൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, ഒരു രക്ഷയില്ല. റാണയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെല്ലാം ഓക്കെയാണ്, പെർഫോമൻസ് വൈസ് എല്ലാം പക്കയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ദുൽഖറിന്റെ പെർഫോമൻസിന് മുമ്പിൽ അതൊന്നും ഒന്നും അല്ലാതാവുകയാണ്. ദുൽഖർ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ അഴിഞ്ഞാട്ടോ ഉറപ്പായിട്ട് നടുപ്പ് ചക്രവർത്തി. ആൾറെഡി പാനിന് സൂപ്പർ സ്റ്റാർ ആണ്. ഇതിപ്പോൾ നടുപ്പ് ചക്രവർത്തിയായിട്ട് പേര് മാറിയിട്ട്. കാരണം ഇന്നലെ വന്ന പെർഫോമൻസിന്റെ എല്ലാവരും ഒരുപോലെ വാഴ്ത്തി പറഞ്ഞ ദുൽഖറിന്റെ പെർഫോമൻസ് ആണ്. അത് അതുപോലെ കിട്ടിയിട്ടുണ്ട് പടത്തിൽ. ദുൽഖർ ഒരു രക്ഷയില്ല. ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്, പക്ഷേ അതെല്ലാം എല്ലാ ആർട്ടിസ്റ്റ് അവരുടെ കിട്ടുന്ന പെർഫോമൻസ് വെച്ചാൽ നമുക്ക് ഒരു ലാഗൊന്നും തോന്നിയിട്ടില്ല. നൈസായിട്ട് പടം തീരുന്നവരെ ആർട്ടിസ്റ്റിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ റാണ രഘുപതി ആയിക്കോട്ടെ, ഭാഗ്യശ്രീ ആയിക്കോട്ടെ, സമുദ്രകനി ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ മാക്സിമം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നാഷണൽ ലെവൽ ഇത് കിട്ടേണ്ടതാണ്. പടം കൊള്ളാം, നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. BGM ഒക്കെ നൈസായിട്ടുണ്ട്, കൊള്ളാം. ഒരു ക്ലാസിക് മൂവി, ലൈക്ക് ഒരു മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഒരു ക്ലാസ് പടം, എന്നിട്ട് പക്ക ഡ്രാമ പടം എങ്ങനെയാണോ അങ്ങനത്തെ ഒരു പടം. നല്ല ക്ലാസിക്കൽ മൂവിയാണ്. കാന്ത എന്തായാലും കത്തും. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് നല്ലൊരു അഭിനയ മുഹൂർത്തം. 1 വർഷം കൂടുതലായി നമുക്കൊരു ദുൽഖർ സൽമാൻ്റെ സിനിമ, അതും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ് മൂവി. ഓവറോൾ നമുക്ക് നല്ല ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എൻറ്റയർ നമുക്ക് ഒരു സ്ലോ ഫീൽ നമുക്ക് തോന്നും, പക്ഷേ പക്കയായിട്ട് അത് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പം കുറേ കൂടെ നമുക്കത് മനസ്സിലാവും. നല്ല കിടിലൻ മൂവി, മസ്റ്റ് വാച്ച്. ഓക്കെ. റാന നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്ത രീതിയിൽ വന്നിട്ടില്ല. ഇതിൻ്റെ മുഖ്യ ഫ്രെയിം എന്ന് പറയുന്നത് DQ തന്നെയാണ്. അതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല. അത് സമുദ്രകനി ഓവറോൾ സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ലെങ്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ലെങ്ത്തിൻ്റെ ആവശ്യം ഉണ്ടാവും നമുക്ക് ക്ലൈമാക്സ് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം എന്താ പറയുക, ഇത്രയും ലെങ്തി ആയി പോയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ക്ലൈമാക്സിലൂടെ നമുക്ക് തരുന്നുണ്ട്. കുറേ നല്ല മുഹൂർത്തങ്ങൾ DQയിലും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാന്ത എന്തായാലും കത്തിയിട്ടുണ്ട്, കയറി വരും നല്ല രീതിയിൽ. നല്ലൊരു ക്ലാസിക്കൽ മൂവിയാണ്. പടം തുടക്കത്തിലെ ലാഗാണ്. പിന്നെ ഫാൻസുകാർക്ക് പലതുമൊക്കെ പറയാം. ഞാൻ ഉള്ളതുപോലെ പറയണം. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വേറൊരു ലെവല്, സെക്കൻഡ് ഹാഫ് വേറൊരു സിനിമയുടെ ഒരു ഇതിലായിപ്പോയി. അതായത് പഴയ സിനിമയിൽ ഇതൊക്കെ എടുത്ത് വെച്ച് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്കാണെങ്കിൽ ഉറക്കമൊക്കെ വന്നായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയില്ല, എനിക്ക് ഉറക്കമൊക്കെ വന്നായിരുന്നു. ദുൽഖറിൻ്റെ അഭിനയം, അച്ഛനെ പോലെ ദുൽഖറിൻ്റെ അഭിനയം എന്ന് പറയുന്നത് നല്ല മികവുറ്റ അഭിനയമാണ്. ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിൽ ഗ്ലാസിൻ്റെ അവിടെയൊക്കെയുള്ള ഒരു കണ്ണൊക്കെ തുറയ്ക്കുന്ന ആ ഒരു സീനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ദുൽഖറിൻ്റെ അഭിനയം മാത്രമേ ഈ പടത്തിലുള്ളൂ. പിന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് ബാക്കിയുള്ള ഈ സ്റ്റോറിയൊക്കെ ഭയങ്കര ഇഴച്ചിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അത് ഭയങ്കര ലാഗായിപ്പോയി. കുറച്ചുകൂടെ ഫാസ്റ്റിംഗ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചമായിട്ട് വന്നിരുന്നു. പിന്നെ ദുൽഖറിനെ നമുക്ക് കുറ്റം പറയാനില്ല. ദുൽഖർ മമ്മൂക്കെ പോലെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നും പറയാനില്ല, അഭിനയം കിട്ടില്ല. പുള്ളി സെലക്ട് ചെയ്തത് എന്തായാലും കൊള്ളാം.
പക്ഷേ കുറച്ചുകൂടെ മെച്യൂരിറ്റി ആയിട്ട് പടം കുറച്ചുകൂടെ പവറായിട്ട് വന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ കിടിലായിരുന്നില്ലായിരുന്നു. എന്നാലും ഒരു മിനിമം ക്ലാസ്സായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞോളൂ, ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമ കുഴപ്പമില്ല. ഇതൊരു എല്ലാവർക്കും അറിയാമെന്നുള്ള ട്രെയിലറിൽ നിന്ന് മനസ്സിലാവും. ഒരു പീരിയോഡ് ഡ്രാമ ഇതാണ്. ചിലരുടെയൊക്കെ ലൈഫ് ഇൻസിഡൻസിന് ഇൻസ്പയർഡ് ആയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അതാണെന്ന് അറിയില്ല എനിക്ക് കൃത്യമായിട്ട്. ഒരു സിനിമ പ്രമേയമായിട്ട് വരുന്നൊരു സിനിമയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു റെട്രോ മോഡിൽ പോകുന്നൊരു സിനിമയാണ്. പിന്നെ സിനിമ തുടക്കം പോലെ സെറ്റ് ചെയ്യുന്നൊരു മൂഡുണ്ട്. കുറച്ചൊരു പതിഞ്ഞ താളത്തിൽ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ ഒരു താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ രീതിയിൽ തന്നെ കണ്ടിരിക്കാം. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഭയങ്കര ലാഗുള്ളതായിട്ടൊക്കെ തോന്നിയേക്കാം. വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മുതൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസാണ്. നാഷണൽ അവാർഡൊക്കെ കിട്ടണം എന്നൊക്കെ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു ഇന്നലെ. പക്ഷേ അങ്ങനത്തെ രീതിയിലൊന്നും എനിക്ക് തോന്നിയില്ല. അത്രയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാണാനുള്ളതൊന്നുമില്ല. ഒരു ടിപ്പിക്കൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു കുറച്ച് രംഗങ്ങളും അങ്ങനത്തെ ഇതായിട്ട് മാത്രമേ. അത് നമുക്ക് ആ ഒരു രീതിയിൽ പറയാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അല്ലാതെ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും ഉള്ളോ അങ്ങനത്തെ രീതിയിലൊന്നും തോന്നിയിട്ടില്ല. കണ്ടിരിക്കാം എന്നുള്ളൊരു ഒരു വേർഡിക്റ്റ് മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയുള്ളൂ. ഫസ്റ്റ് ഹാഫ് പുള്ളിയുടെ അഭിനയം കിടിലമാണ്. വലിയ കഥയില്ല, ഇത് തിയേറ്റർ സക്സസ് ആയിരിക്കത്തില്ല. പടം മറ്റേ പ്രൊഡ്യൂസറിന് നഷ്ടമായിരിക്കും. കാരണം അത്രയ്ക്ക് എഴുച്ചലാണ്. വേറെ വലിയ രീതിക്ക് ഒന്നും പറയാനില്ല. ഓവറോൾ ആവറേജ് ആണ് പടം. പുള്ളിയുടെ അഭിനയം കിടിലമാണ്. പക്ഷെ ഒരു പടത്തിൽ പുള്ളിയുടെ അഭിനയം വെച്ച് മാത്രം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പടം സ്ലോ ആയിട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര ശോകമാണ്. പിന്നെ സമുദ്രകണിയിലെ റാണയുടെയൊക്കെ അഭിനയം കിടില അഭിനയമായിരുന്നു. പുള്ളിയുടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ നല്ല അഭിനയമായിരുന്നു ഫസ്റ്റ് ഹാഫ്. കാരണം പഴയ പടങ്ങൾ അങ്ങനെ രീതിക്കാണ് അഭിനയിക്കുന്നത്. ഈ 60s 70s പടത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അഭിനയിക്കുന്നത്. അത് നമുക്ക് ജൂൺ ജനറേഷൻ ആർക്ക് ഈ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ദഹിക്കില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ.